നമസ്കാരം. ലോക സന്തോഷ സൂചികയിൽ ഒറ്റ ഇസ്ലാമിക രാജ്യങ്ങളില്ല. എന്നാൽ ആഗോള ഭീകരവാദ പട്ടികയിലെ ആദ്യ 10-ൽ 9 ഇസ്ലാമിക തീവ്രവാദ സംഘടനകളാണ്. ഭീകരതയിൽ ഒന്നാം സ്ഥാനം ഐസിസിനും, പാകിസ്ഥാനാകട്ടെ തീവ്രവാദ തലസ്ഥാനവും. ന്യൂസ് ഇൻ ഡെപ്ത് ഇന്ന് പരിശോധിക്കുന്നു ഗ്ലോബൽ ടെററിസം ഇൻഡെക്സിനെ കുറിച്ച്. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് എന്നത് വെറും ഒരു പരസ്യവാചകം മാത്രമല്ല. ലോകത്തിലെ എല്ലാ ജനതയും സന്തോഷം ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. 2026 മാർച്ച് 20 പുറത്തിറങ്ങിയ ഗ്ലോബൽ ഹാപ്പിനെസ് ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള ആദ്യ 10 രാജ്യങ്ങളെക്കുറിച്ച് നാം ഏറെ കേൾക്കാറുണ്ട്. തുടർച്ചയായ 9ാം വർഷവും ഒന്നാം സ്ഥാനത്തെത്തിയത് സ്കാൻഡിനേവിയൻ രാജ്യമായ ഫിൻലൻഡാണ്. 2ാം സ്ഥാനം ഐസ്ലൻഡിനും. തുടർന്നുള്ള ആദ്യ 10 സ്ഥാനക്കാർ ഇങ്ങനെയാണ്: ഡെൻമാർക്ക്, കോസ്റ്റാറിക്ക, സ്വീഡൻ, നോർവേ, നെതർലാൻഡ്സ്, ഇസ്രായേൽ, ലക്സംബർഗ്, സ്വിറ്റ്സർലൻഡ്. ഇതിൽ കോസ്റ്റാറിക്ക ആദ്യ 10-ലെത്തുന്ന ആദ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യമായി. തുടർച്ചയായ 2ാം വർഷവും അമേരിക്ക, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളൊന്നും ആദ്യ 10-ൽ ഇടം പിടിച്ചില്ല. സമ്പത്തല്ല സന്തോഷത്തിന്റെ മാനദണ്ഡമെന്ന് ഇതിലൂടെ വ്യക്തം. ഈ പട്ടികയിൽ ഇന്ത്യ 116ാം സ്ഥാനത്താണ്. കഴിഞ്ഞ വർഷത്തെ 118ാം സ്ഥാനം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. 147ാം സ്ഥാനമുള്ള അഫ്ഗാനിസ്ഥാനാണ് പട്ടികയിൽ ഏറ്റവും പിന്നിലുള്ള രാജ്യം. കേരളത്തിലെ ഇസ്ലാമോ ലെഫ്റ്റ് ചെകുത്താനായി ചിത്രീകരിക്കുന്ന ഇസ്രായേൽ ലോക സന്തോഷ പട്ടികയിൽ 8ാം സ്ഥാനത്താണ്. ഇതോടൊപ്പം മറ്റൊരു ലിസ്റ്റ് കൂടി ലോകം ചർച്ച ചെയ്യുകയാണ്. അതാണ് ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് 2026. ലോകത്തിൽ ഭീകരവാദം ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യം ഏതാണ്? ലോകത്തിലെ ഏറ്റവും മാരകമായ തീവ്രവാദ സംഘടനകൾ ഏതൊക്കെയാണ് എന്നാണ് ഈ ലിസ്റ്റ് പരിശോധിക്കുന്നത്. ഈ രണ്ട് സൂചികകളും താരതമ്യം ചെയ്താൽ അമ്പരപ്പിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടും. ഗ്ലോബൽ ഹാപ്പിനെസ് ഇൻഡെക്സിൽ സ്ഥാനം പിടിച്ച മിക്ക രാജ്യങ്ങളും മതേതരമോ മതരഹിതമോ ആണ്. എന്നാൽ ഗ്ലോബൽ ടെററിസം ഇൻഡെക്സിൽ ആദ്യ 10-ൽ വരുന്ന രാജ്യങ്ങളൊക്കെയും മതം പുളയ്ക്കുന്നവയാണ്. ലോക സന്തോഷ സൂചികയിലെ ആദ്യ 10-ൽ ഒറ്റ ഇസ്ലാമിക രാജ്യങ്ങളും പെട്ടിട്ടില്ലെങ്കിലും ലോക ഭീകരവാദ ലിസ്റ്റിലും സംഘടനകളിലും ഒന്നാമത് ഇസ്ലാമാണ്. ഇസ്ലാമിക ഭീകരവാദം തന്നെയാണ് ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയെന്ന് ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് 2026 അടിവരയിടുകയാണ്. ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് 2026 പ്രകാരം ഭീകരവാദം ഏറ്റവും ശക്തമായി ബാധിച്ച രാജ്യം പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ, ബുർക്കിന ഫസോ, നൈജർ, നൈജീരിയ, മാലി, സിറിയ, സൊമാലിയ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, കൊളംബിയ, ഇസ്രായേൽ എന്നിവിടങ്ങളിലാണ് ഭീകരവാദം ഏറ്റവും കൂടുതൽ ബാധിച്ച 10 രാജ്യങ്ങൾ. ഈ പട്ടികയിൽ ഇതാദ്യമായിട്ടാണ് പാകിസ്ഥാൻ ഒന്നാമതെത്തിയിരിക്കുന്നത്. 2025-ലെ റിപ്പോർട്ടിൽ പാകിസ്ഥാൻ 2ാം സ്ഥാനത്തായിരുന്നു. കഴിഞ്ഞ 2 വർഷമായി ആഫ്രിക്കൻ രാജ്യമായ ബുർക്കിന ഫാസോ ആയിരുന്നു ലിസ്റ്റിൽ 1ാം സ്ഥാനത്ത്. 2026-ലെ പുതിയ റിപ്പോർട്ടിൽ ബുർക്കിന ഫാസോ 2ാം സ്ഥാനത്തേക്ക് മാറി. 2025-ൽ പാകിസ്ഥാനിൽ ഭീകരവാദവുമായി ബന്ധപ്പെട്ട മരണങ്ങളിൽ 6% വർധനമാണ് രേഖപ്പെടുത്തിയത്. ആകെ 1139 മരണങ്ങളും 1045 ഭീകരാക്രമണ സംഭവങ്ങളുമാണ് അവിടെ റിപ്പോർട്ട് ചെയ്തത്. ഇത് 2013-ന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണ്. തെഹ്രീക്ക് ഇ താലിബാൻ പാകിസ്ഥാൻ, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്നീ സംഘടനകളുടെ ആക്രമണങ്ങൾ ശക്തമായ കാലമാണ് കടന്നുപോയത്. ഇതിൽ TTP ലോകത്തിലെ തന്നെ 3ാമത്തെ ഏറ്റവും മാരകമായ ഭീകര സംഘടനയായി മാറി. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിൽ വന്ന ശേഷം പാകിസ്ഥാനിലെ സുരക്ഷാ അന്തരീക്ഷം മോശമായി. അഫ്ഗാൻ അതിർത്തി കടന്ന് പാകിസ്ഥാൻ ആക്രമണം ഉണ്ടായി. താലിബാൻ പാകിസ്ഥാനിലും ആക്രമണം നടത്തി. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വ, ബലൂചിസ്ഥാൻ എന്നീ പ്രവിശ്യകളാണ് രാജ്യത്തെ ആകെ ആക്രമണങ്ങളുടെ 74% നടന്നത്. ഈ ലിസ്റ്റിൽ സ്ഥാനം പിടിച്ച കൊളംബിയ ഒഴികെയുള്ള മുഴുവൻ രാജ്യങ്ങളിലും പ്രശ്നമായിരിക്കുന്നത് ഇസ്ലാമിക തീവ്രവാദം തന്നെയാണ്. ആഫ്രിക്കയിലെ സഹേൽ മേഖല ഭീകരവാദത്തിന്റെ പുതിയ കേന്ദ്രമായി മാറിയതാണ് ബുർക്കിന ഫാസോയും മാലിയും ഈ പട്ടികയിൽ മുന്നിലെത്താൻ കാരണം. JNIM എന്ന അൽ-ഖ്വയ്ദയുമായി ബന്ധമുള്ള ഈ സഖ്യമാണ് ബുർക്കിന ഫാസോയിലെ ഏറ്റവും വലിയ ഭീഷണി. ഐസിസ് എന്ന ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ സഹേൽ മേഖലയിലെ വിഭാഗവും ഇവിടെ ദുരന്തം വിതയ്ക്കുന്നു. പ്രാദേശികമായി നിരവധി തീവ്രവാദ സംഘടനകൾ വേറെയുമുണ്ട്. മാലിയിലും ഇസ്ലാമിക് സ്റ്റേറ്റും അൽ-ഖ്വയ്ദയും തന്നെയാണ് പ്രശ്നം. അതിന്റെ പല വകഭേദങ്ങളും രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുകയാണ്. ഭീകരവാദം ഏറ്റവും കൂടുതൽ ബാധിച്ച ആദ്യ 10 രാജ്യങ്ങളിൽ കൊളംബിയയിൽ മാത്രമാണ് ഇസ്ലാമിക ഭീകരതയുടെ പ്രശ്നമില്ലാത്തത്. ഗറില്ല ഗ്രൂപ്പുകളും ലഹരി മാഫിയകളും തമ്മിലുള്ള സായുധ പോരാട്ടമാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. ഒപ്പം ഇടതുപക്ഷ തീവ്രവാദവുമുണ്ട്. ബാക്കി എല്ലായിടത്തും ഇസ്ലാമിക ഭീകരത തന്നെയാണ് പ്രധാനം. തീവ്രവാദത്തിന് മതമില്ല എന്ന് പറയുന്നത് വെറും പൊള്ളയാണെന്ന് ഈ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ മൂലം കൊല്ലപ്പെടുന്നവരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ കാലമാണിത്. എന്നിട്ടും ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് പ്രകാരം ഭീകരവാദം ഏറ്റവും ശക്തമായി ബാധിച്ച രാജ്യങ്ങളിൽ ഇന്ത്യ 13ാം സ്ഥാനത്താണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇന്ത്യയുടെ റാങ്കിങ്ങിൽ നേരിയ മാറ്റമുണ്ട്. 2025-ൽ ഇന്ത്യ 14ാം സ്ഥാനത്തായിരുന്നു. പക്ഷേ പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങളുടെ എണ്ണത്തിൽ 43% കുറവുണ്ടായിട്ടുണ്ട്. ഇത് രാജ്യത്തെ സുരക്ഷാ സംവിധാനങ്ങളുടെ മെച്ചപ്പെട്ട പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നു. ഇന്ത്യയുടെ GTI സ്കോർ 7.175 ആണ്. ഇന്ത്യയിലും പ്രധാന പ്രശ്നം ഇസ്ലാമിക തീവ്രവാദം തന്നെയാണ്. ജമ്മു കാശ്മീർ കേന്ദ്രീകരിച്ച് പാകിസ്ഥാനിൽ നിന്നുള്ള സംഘടനകൾ നടത്തുന്ന ആക്രമണങ്ങളാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഇന്ത്യക്ക് പ്രശ്നമായ ഏറ്റവും വലിയ സംഘടന ഹിസ്ബുൾ മുജാഹിദീനും ലഷ്കർ-ഇ-തൊയ്ബയുമാണ്.
ജമ്മു കശ്മീരിൽ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് പാകിസ്ഥാൻ കേന്ദ്രമായ ഈ സംഘടനകളാണ്. പുൽവാമ ആക്രമണം ഉൾപ്പെടെയുള്ള വലിയ സ്ഫോടനങ്ങൾക്കും ചാവേർ ആക്രമണങ്ങൾക്കും പിന്നിൽ പ്രവർത്തിച്ച ജെയ്ഷെ മുഹമ്മദും ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ്. ഇസ്ലാമിക് സ്റ്റേറ്റ്, അൽ ഖ്വയ്ദ തുടങ്ങിയ ആഗോള സംഘടനകൾ ഇന്ത്യയിലെ യുവാക്കളെ ഓൺലൈൻ വഴി സ്വാധീനിക്കാനും ശ്രമിക്കുന്നുണ്ട്. യുവാക്കളെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കാൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളും സോഷ്യൽ മീഡിയ മീമുകളും ഉപയോഗിക്കുന്നതും പുതിയ വെല്ലുവിളിയായി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. കശ്മീരിൽ അടുത്ത കാലത്തായി സജീവമായ ലഷ്കർ-ഇ-തോയ്ബയുടെ നിഴൽ രൂപമെന്ന് കരുതപ്പെടുന്ന ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന ഗ്രൂപ്പും ഇന്ത്യ നേരിടുന്ന പുതിയ ഭീഷണിയാണ്. അതേസമയം മാവോയിസ്റ്റുകളടക്കം ഉയർത്തിയ ഇടത് തീവ്രവാദ ഭീഷണി ഇല്ലാതാക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ മാവോയിസ്റ്റ് ഗ്രൂപ്പുകളെ അടിച്ചൊതുക്കാൻ രാജ്യത്തിന് കഴിഞ്ഞു. പക്ഷേ അവയുടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴുമുണ്ട്. അതുപോലെ മണിപ്പൂർ, നാഗാലാൻഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സജീവമായ ചില വിഘടനവാദി ഗ്രൂപ്പുകളും ഇന്ത്യ നേരിടുന്ന ഭീഷണിയാണ്. ഇതെല്ലാം ചേർത്തുള്ള പഠനത്തിലാണ് ഇന്ത്യക്ക് 13ാം സ്ഥാനം കിട്ടിയത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യ അത് അർഹിക്കുന്നില്ല എന്നത് സത്യമാണ്. ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് അഥവാ GTI 2026 റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മാരകമായ ആദ്യ 10 ഭീകര സംഘടനകളിൽ 9ഉം ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ തന്നെയാണ്. ഓരോ സംഘടനയും നടത്തിയ ആക്രമണങ്ങളുടെ എണ്ണവും മരണസംഖ്യയും അടിസ്ഥാനമാക്കിയാണ് ഈ റാങ്ക് നിശ്ചയിച്ചിരിക്കുന്നത്. ലിസ്റ്റിൽ ഒന്നാമതെത്തി നിൽക്കുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ISIS തന്നെയാണ്. ഇന്നും ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾക്ക് ഉത്തരവാദികളായ സംഘടനയാണിത്. രണ്ടാമത് വരുന്നത് പശ്ചിമ ആഫ്രിക്കയിലെ സഹേൽ മേഖലയിൽ, പ്രത്യേകിച്ച് മാലി, ബുർക്കിന ഫാസോ എന്നിവിടങ്ങളിൽ സജീവമായ അൽ ഖ്വയ്ദ വിഭാഗമായ ജമാത്ത് നുസ്രത്ത് അൽ ഇസ്ലാം വൽ മുസ്ലിമിൻ എന്ന JNI ആണ്. പാകിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടത്തുന്ന സംഘടനയായ തഹ്രീകെ താലിബാൻ പാകിസ്ഥാൻ TTP ആണ് മൂന്നാമത്. സൊമാലിയ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇസ്ലാമിക ഭീകര സംഘടനയായ അൽ ഷബാബാണ് നാലാമത്. അഞ്ചാമത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന BLA ആണ്. പാകിസ്ഥാനിൽ നിന്ന് ബലൂച്ച് മേഖലയുടെ വിമോചനം ആവശ്യപ്പെട്ടാണ് ഇവർ തുടർച്ചയായി ചാവേർ ആക്രമണങ്ങൾ നടത്തുന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ പ്രൊവിൻസ് എന്ന JSK ആണ് അടുത്തത്. അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും സജീവമായ IS വിഭാഗത്തിൽ നിന്ന് അടർന്നുണ്ടായ പുതിയ സംഘടനയാണിത്. 7ാം സ്ഥാനത്ത് ഫലസ്തീനിലെ ഹമാസ് ആണ്. അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഫിലിപ്പീൻസിലെ ആഭ്യന്തര ഭീഷണിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഫിലിപ്പീൻസ് ആണ് അടുത്തത്. ആദ്യ 10ന്റെ ലിസ്റ്റിൽ സ്ഥാനം പിടിച്ച ഏക ഇസ്ലാമികേതര സംഘടന ഇതാണ്. ലിസ്റ്റിൽ 9ാം സ്ഥാനത്ത് നിൽക്കുന്നത് നൈജീരിയയിലും ലേക്ക് ചാഡ് മേഖലയിലും സജീവമായ ബൊക്കോ ഹറാമാണ്. ഇസ്ലാമിക് സ്റ്റേറ്റ് വെസ്റ്റ് ആഫ്രിക്ക പ്രൊവിൻസ് എന്ന ISWAP ആണ് 10ാം സ്ഥാനത്ത്. നൈജീരിയയിലെ IS ഘടകമാണിത്. ഈ റാങ്കിങ്ങിൽ ഓരോ വർഷവും ആക്രമണങ്ങളുടെ തീവ്രത അനുസരിച്ച് മാറ്റങ്ങൾ വരാറുണ്ട്. ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷം 2ാം സ്ഥാനത്തായിരുന്ന സംഘടനകൾ ആക്രമണങ്ങൾ കുറയുന്നതനുസരിച്ച് താഴേക്ക് പോകാറുണ്ട്. ലെബനൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള കഴിഞ്ഞ ലിസ്റ്റിൽ ആദ്യ 10ൽ വന്നതാണ്. ഇപ്പോൾ അവയെ ഒരു സൈന്യമായി പരിഗണിക്കണം എന്ന ആവശ്യമുള്ളതുകൊണ്ടാണ് അവർ ലിസ്റ്റിൽ വരാത്തത്. അതുപോലെ യമനിലെ ഹൂത്തികൾ ആദ്യ 10 സംഘടനകളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല. എന്നാൽ ഹൂതികളുടെ ആക്രമണങ്ങൾ കാരണം യമൻ എന്ന രാജ്യം ഭീകരവാദം ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ വരാറുമുണ്ട്. GTI 2026 റിപ്പോർട്ട് പ്രകാരം യമൻ 21ാം സ്ഥാനത്താണ്. ഹൂതികൾ ഔദ്യോഗികമായ ഒരു ഭരണകൂടം പോലെ പ്രവർത്തിക്കുന്നതിനാലും അവരുടെ സൈനിക നടപടികൾ സ്റ്റേറ്റ് ആക്ടർ എന്ന നിലയിൽ വരുന്നതിനാലും ഇവരെ പലപ്പോഴും ഒരു ഇൻഡെക്സിന്റെ ഭീകരവാദ സംഘടനകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താറില്ല എന്നാണ് പറയുന്നത്. ഗ്ലോബൽ ടെററിസം ഇൻഡെക്സിൽ ഇപ്പോഴും ഒന്നാമത് നിൽക്കുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ISIS തന്നെയാണ്. ഇതും ഒരു അത്ഭുതമാണ്. ISISന്റെ പ്രതാപകാലം അസ്തമിച്ചു എന്ന് വിദേശ മാധ്യമങ്ങൾ എഴുതുന്ന സമയത്താണ് ഇതെന്ന് ഓർക്കണം. ISISന്റെ ഖിലാഫത്ത് തകരുകയും അവർക്ക് സിറിയയിലും ഇറാഖിലും ഉണ്ടായിരുന്ന ഭരണം നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. എന്നാൽ ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് 2024, 2025, 2026 റിപ്പോർട്ടുകൾ പ്രകാരം അവരിപ്പോഴും 1ാം സ്ഥാനത്ത് തുടരാൻ ചില കാരണങ്ങളുണ്ട്. മേഖലാപരമായ മാറ്റമാണ് ഇതിൽ ഏറ്റവും പ്രധാനം. മിഡിൽ ഈസ്റ്റിൽ ശക്തി കുറഞ്ഞെങ്കിലും ISIS ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് സഹേൽ മേഖലയിൽ അതിശക്തമായി പടർന്നിരിക്കുകയാണ്. നൈജീരിയ, മാലി, ബുർക്കിന ഫാസോ, കോങ്കോ എന്നിവിടങ്ങളിൽ ഇവർ വലിയ തോതിൽ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ഒരു കേന്ദ്രഭരണത്തിന് പകരം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകളായി ഇവർ മാറി. ഉദാഹരണത്തിന് ISKP അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ആക്രമണങ്ങൾ നടത്തുന്നു. ISWAP ആഫ്രിക്കയിൽ വലിയ നാശനഷ്ടങ്ങൾ വരുന്നു. വിഘടിച്ച് വളരുകയാണ് സത്യത്തിൽ ISIS ചെയ്യുന്നത്. ISISന്റെ നേരിട്ടുള്ള ആക്രമണങ്ങൾ കുറഞ്ഞെങ്കിലും അവർ നടത്തുന്ന ഓരോ ആക്രമണത്തിന്റെയും മാരക സ്വഭാവം വർദ്ധിച്ചിട്ടുണ്ട്. അതായത് കുറഞ്ഞ ആക്രമണങ്ങളിൽ നിന്ന് കൂടുതൽ ആളുകൾ കൊല്ലപ്പെടുന്നു. 2023 കണക്കനുസരിച്ച് ISIS ഏകദേശം 1570 മരണങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഇസ്ലാമിക് സ്റ്റേറ്റും അതിന്റെ വിവിധ ഘടകങ്ങളും ചേർന്ന് 2025 നടത്തിയ ആക്രമണങ്ങളിൽ മരിച്ചവരുടെ എണ്ണം ഏകദേശം 1800 മുകളിലാണ്. ISIS തങ്ങളുടെ പ്രവർത്തനം 2025ഓടെ 22 രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇതിൽ ഭൂരിഭാഗം ആക്രമണങ്ങളും നടന്നത് സിറിയ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്നീ രാജ്യങ്ങളിലാണ്. ആകെയുള്ള ISIS ആക്രമണങ്ങളുടെ 71% വരും ഇത്. നൈജീരിയയിലെ ISIS ഘടകമായ ISWAP, ബൊക്കോ ഹറാം എന്നിവ ചേർന്ന് 2025 ആ രാജ്യത്ത് മാത്രം 750ഓളം മരണങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ISISന്റെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2025 ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 1218 ആക്രമണങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. ഇതിൽ 5745 പേർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തതായും അവർ അവകാശപ്പെടുന്നു.
ചുരുക്കത്തിൽ ഒരു ഭരണകൂടം എന്ന നിലയിലുള്ള ഐസിസിന്റെ പ്രതാപം അവസാനിച്ചെങ്കിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കിടക്കുന്ന ഭീകരവാദ ശൃംഖല എന്ന നിലയിൽ അവർ ഇപ്പോഴും ഒരു വലിയ ഭീഷണിയായി തുടരുകയാണ്. ലോകമെമ്പാടുമുള്ള ആകെ ഭീകരാക്രമണങ്ങളിൽ ഏകദേശം 17% ഈ ഗ്രൂപ്പും അതിന്റെ അനുബന്ധ ഘടകങ്ങളും ചേർന്നാണ് നടത്തുന്നത്. ഗ്ലോബൽ ടെററിസം ഇൻഡെക്സിൽ ഇടം പിടിച്ച ആദ്യ 10 ഭീകര സംഘടനകളിൽ ഇസ്ലാമിക ബന്ധമില്ലാത്ത ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഫിലിപ്പീൻസ് ആണ്. ഫിലിപ്പീൻസിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഥവാ CPP അതിൻ്റെ സായുധ വിഭാഗമായ ന്യൂ പീപ്പിൾസ് ആർമി അഥവാ NPA മുഖേന നടത്തുന്ന പ്രവർത്തനങ്ങൾ കാരണമാണ് ഈ പട്ടികയിൽ ഇടം പിടിച്ചത്. 2025 ഫിലിപ്പീൻസിൽ നടന്ന ഭീകരാക്രമണങ്ങളിൽ ഭൂരിഭാഗവും നടത്തിയത് ന്യൂ പീപ്പിൾസ് ആർമിയാണ്. 1968 സ്ഥാപിതമായ ഈ സംഘടന ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ സായുധ വിപ്ലവ ഗ്രൂപ്പുകളിൽ ഒന്നാണ്. 68 ഡിസംബർ 26-ന് ജോസ് മരിയ ജിസസ് ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഫിലിപ്പീൻസ് പുനഃസംഘടിപ്പിച്ചത്. ഇതിന്റെ സായുധ വിഭാഗമായ ന്യൂ പീപ്പിൾസ് ആർമി 1969 മാർച്ച് 29-നും നിലവിൽ വന്നു. മാവോയിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായ ഈ സംഘടന ഗറില്ല യുദ്ധമുറകളിലൂടെ നിലവിലുള്ള സർക്കാരിനെ അട്ടിമറിച്ച് ഒരു സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലൂടെ ഭരണം പിടിച്ചെടുക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. പതിറ്റാണ്ടുകളായി ഇവർ ആക്രമണങ്ങൾ തുടരുകയാണ്. ഇതുവരെ 40,000 മുതൽ 60,000 വരെ ആളുകൾ കൊല്ലപ്പെട്ടതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. 2013-നും 2016-നും ഇടയിൽ മാത്രം ഏകദേശം 3,000 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 2010 മുതൽ 2020 വരെയുള്ള കാലയളവിൽ 1,500-ലധികം ആക്രമണങ്ങളിലായി സുരക്ഷാ സേന അംഗങ്ങളും സിവിലിയന്മാരും ഉൾപ്പെടെ നിരവധി പേർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തു. സൈനികർക്കും പോലീസിന് നേരെ ഇവർ പതിവായി ഗറില്ല ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. രാഷ്ട്രീയക്കാർ, ജഡ്ജിമാർ, സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവരെ ലക്ഷ്യം വെച്ച് ഇവർ കൊലപാതകങ്ങൾ നടത്താറുണ്ട്. വിപ്ലവ നികുതി എന്ന പേരിൽ ബിസിനസ് സ്ഥാപനങ്ങളിൽ നിന്ന് കർഷകരിൽ നിന്നും ഇവർ നിർബന്ധിതമായി പണം പിരിച്ചെടുക്കുന്നു. പണം നൽകാൻ വിസമ്മതിക്കുന്ന സ്ഥാപനങ്ങളുടെ ഉപകരണങ്ങൾ ഇവർ നശിപ്പിക്കും. മൊബൈൽ ടവറുകൾ വരെ ഇങ്ങനെ നശിപ്പിച്ച ചരിത്രമുണ്ട് ഇവർക്ക്. പണത്തിനായും തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുമായി ആളുകളെ തട്ടിക്കൊണ്ട പോകുന്ന രീതിയും ഇവർക്കുണ്ട്. IED പോലുള്ള സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് സുരക്ഷാ സേനയെ ലക്ഷ്യം വെക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിൽ സാധാരണമാണ്. ഫിലിപ്പീൻസിന് പുറമെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ന്യൂ പീപ്പിൾസ് ആർമിയെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1980-കളിൽ ഫെർഡിനാൻഡ് മാർക്കോസ് സീനിയറിന്റെ ഭരണകാലത്താണ് ഈ സംഘടന ഏറ്റവും ശക്തമായത്. അന്ന് ഏകദേശം 25,000-ഓളം സായുധ അംഗങ്ങൾ ഇവർക്കുണ്ടായിരുന്നു. നിലവിൽ ഇവരുടെ അംഗസംഖ്യ 1,500-ൽ താഴെയായി കുറഞ്ഞുവെന്നാണ് സർക്കാർ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ എന്നിട്ടും ഇവർ നിരന്തരം ഭീകരാക്രമണം നടത്തുന്നു. ഫിലിപ്പീൻ സർക്കാർ പരമാവധി ശ്രമിച്ചിട്ടും ഇവർ ഭീകരത തുടരുകയാണ്.